Hi friends, today we are going to discuss a small topic in the subject energy conservation and management. We are discussing fourth module and it is the fifth part of my presentation. We have discussed the syllabus and in this presentation we are going to discuss energy efficiency in refrigeration and air conditioning systems and also energy efficiency in cooling tower. First of all, we will start with the refrigeration and air conditioning system. Refrigeration systems are used in many different environments, residential, commercial and industrial. നമുക്കിതൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ്. റെഫ്രിജറേഷൻ എന്ന് പറയുന്നത് ഒരു സ്പേസിലുള്ള ഹീറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ് ആണ്. പക്ഷേ എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് റെഡ്യൂസ് ചെയ്യുകയാണെന്ന് പറയാൻ കഴിയില്ല, ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല. അവിടെ നമ്മൾ ചെയ്യുന്നത് കണ്ടീഷനിങ് ഓഫ് എയർ ആണ്. അവിടെ ടെമ്പറേച്ചറിൻ്റെ ഒപ്പം തന്നെ ഹ്യൂമിഡിറ്റി അങ്ങനെ പല വിധത്തിലുള്ള സ്മോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. Normally, it is used for removing heat from a lower temperature source to higher temperature sink medium using a transfer fluid named refrigerant. നമ്മളുടെ റെഫ്രിജറേറ്ററിൽ നമ്മൾ ലോവർ ടെമ്പറേച്ചറിൽ നിന്ന് ഹയർ ടെമ്പറേച്ചറിലേക്കാണ്. അഥവാ നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ നോക്കുകയാണെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ള റെഫ്രിജറേറ്ററിൽ നോക്കുകയാണെങ്കിൽ ഇൻസൈഡ് ടെമ്പറേച്ചർ അറൗണ്ട് 16 അല്ലെങ്കിൽ 14 ഒക്കെ ഉണ്ടാവുക. ആ ടെമ്പറേച്ചറിൻ്റെ അകത്ത് പിന്നെയും നമ്മൾ ഹീറ്റ് പുറത്തേക്കാണ് കളയുന്നത്. പുറത്തെ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ അറൗണ്ട് 30°C ആയിരിക്കും. അന്നേരം ഒരു റെഫ്രിജറൻറ്റ് എന്നുള്ള ഒരു മീഡിയം വെച്ച് ട്രാൻസ്ഫർ മീഡിയം വെച്ചിട്ടാണ് നമ്മൾ ഈ ലോവർ ടെമ്പറേച്ചർ സോഴ്സ് നിന്ന് ഹയർ ടെമ്പറേച്ചർ സിങ്കിലേക്ക് ടെമ്പറേച്ചർ ഫ്ലോ ചെയ്യിപ്പിക്കുന്നത്. നോർമലി എനർജി ഇൻപുട്ട് ഈസ് ഇലക്ട്രിക് എനർജി ആസ് വി നോ ദാറ്റ്. നമ്മുടെ വീടുകളിൽ ഡൊമസ്റ്റിക് പർപ്പസ് ആയാലും ഇൻഡസ്ട്രീസിലാണെങ്കിലും ഇലക്ട്രിക് എനർജി ഉപയോഗിച്ചിട്ടാണ് റെഫ്രിജറേഷൻ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. റെഫ്രിജറേഷൻ എഫക്റ്റിന് ആവശ്യമായ കംപ്രസർ, വേപ്പർ കംപ്രഷൻ സിസ്റ്റം ആണെങ്കിൽ കംപ്രസറും വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം ആണെങ്കിൽ പമ്പുമാണ്. അതിന് രണ്ടിനും ഇലക്ട്രിസിറ്റി വളരെ റിക്വയർഡ് ആണ്. ഡിപ്പെൻഡിങ് ഓൺ ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിമൂവ്ഡ് ദ കോസ്റ്റ് ഓഫ് റെഫ്രിജറേഷൻ ക്യാൻ ബി സിഗ്നിഫിക്കൻറ്റ്. നമ്മളുടെ എനർജി എഫിഷ്യൻസി ഇൻ റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഹീറ്റ് ലോഡാണ്. അഥവാ നമ്മുടെ ടെമ്പറേച്ചർ എത്രത്തോളം ചേഞ്ച് വരുത്തേണ്ട, ഏറ്റവും ലോവർ ഡിഫറൻസ് മാത്രമേ വരുത്തുന്നുണ്ടെങ്കിൽ അത്രയും നമ്മുടെ ലോഡ് കുറവായിരിക്കും. അങ്ങനെ മിനിമം എമൗണ്ട് ഓഫ് ഹീറ്റ് റിമൂവ്ഡ് ആണ് നമ്മൾ ഇതിനകത്ത് ഫോക്കസ് ചെയ്യേണ്ടത്. നൗ വി വിൽ ഡിസ്കസ് ടൈപ്പ് ഓഫ് റെഫ്രിജറേഷൻ. റെഫ്രിജറേഷൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി എഞ്ചിനീയറിങ്ങിൻ്റെ പല സബ്ജക്റ്റുകളായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. മെയിൻലി വേപ്പർ കംപ്രഷൻ സിസ്റ്റം, വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം ആണുള്ളത്. അതിനകത്ത് വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൻ്റെ ചിത്രമാണ് നിങ്ങൾ ആദ്യം കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഇതാണ് വേപ്പർ കംപ്രഷൻ സിസ്റ്റം. ഇറ്റ്സ് ദ പാർട്ട് കംപ്രസർ, കണ്ടൻസർ, താഴെയുള്ളത് എക്സ്പാൻഷൻ ഡിവൈസ് ആൻഡ് ഇറ്റ്സ് ഇവാപ്പറേറ്റർ. ഇവാപ്പറേറ്ററിലാണ് നമുക്ക് കൂൾ ചെയ്യേണ്ട വസ്തുക്കൾ നമ്മൾ സൂക്ഷിക്കുക. അതിൻ്റെ അകത്തുനിന്നുള്ള ഹീറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റെഫ്രിജറേഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം ഇൻഡസ്ട്രീസിൽ വൈഡായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ അകത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ നേരത്തെ പറഞ്ഞ കംപ്രസർ റീപ്ലേസ് ചെയ്തിട്ട് ഒരു ജനറേറ്റർ അബ്സോർബർ യൂണിറ്റ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. ബാക്കിയെല്ലാം തന്നെ കണ്ടൻസർ വിൽ ബി സെയിം, ഇവാപ്പറേറ്റർ എക്സ്പാൻഷൻ ഡിവൈസ് വിൽ ബി സെയിം. ബാക്കി എവിടെയും ചേഞ്ച് വരുന്നില്ല. വേപ്പർ കംപ്രഷൻ സിസ്റ്റം, വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രസർ റീപ്ലേസ് ചെയ്തിട്ട് ഒരു അബ്സോർപ്ഷൻ യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ നോൺ CFC ഗ്യാസ് ആയിരിക്കും മെയിൻലി വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തിൽ ഉണ്ടാവുക. പക്ഷേ എക്കണോമിക്കലി അത്രയും സ്റ്റേബിൾ ആയിരിക്കില്ല. നൗ വി വിൽ ഡിസ്കസ് എനർജി എഫിഷ്യൻസി ആൻഡ് സേവിങ് മെഷേഴ്സ് ഇൻ റെഫ്രിജറേഷൻ സിസ്റ്റം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എനർജി എഫിഷ്യൻസി അഥവാ എനർജി കൺസർവേഷൻ ഏതൊക്കെ പോയിന്റിൽ നമുക്ക് ഫോക്കസ് ചെയ്ത് ക്ലിയർ ചെയ്യാം എന്നാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ഇൻസുലേഷൻ. നമുക്കറിയാം ഒരു റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ കുറേ റെഫ്രിജറൻറ്റ് ഫ്ലോ വരുന്നുണ്ട്. പലപ്പോഴും കൂളായിട്ടുള്ള റെഫ്രിജറൻറ്റ് ഫ്ലോ ഉണ്ട്. അന്നേരം കൂളായിട്ടുള്ള റെഫ്രിജറൻറ്റ് എക്സ്റ്റേണൽ ആയിട്ടുള്ള എൻവയോൺമെൻറ്റുമായിട്ട് കോൺടാക്റ്റ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ തന്നെ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് റെഫ്രിജറൻറ്റ് ടെമ്പറേച്ചർ കൂടാൻ കാരണമാവും. അതുകൊണ്ട് തന്നെ റെഫ്രിജറേഷൻ എഫക്റ്റ് വളരെ കുറവായിരിക്കും. ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൂളിംഗ് കോയിലിന് ചുറ്റും അഥവാ ഈ റെഫ്രിജറൻറ്റ് പോകുന്ന കൂളിംഗ് മീഡിയത്തിൻ്റെ ആ ലൈനിന് ചുറ്റും നമ്മൾ നല്ല രീതിയിലുള്ള ഒരു കോട്ടിങ് കൊടുക്കും. ആ കോട്ടിങ് എത്രത്തോളം തിക്നെസ് വേണം എന്നുള്ളതെല്ലാം തന്നെ, ഇൻസുലേഷൻ എത്ര തിക്നെസ് വേണം എന്നുള്ളത് തന്നെ ഒപ്റ്റിമൈസ് ആയിരിക്കണം. തിക്നെസ് കൂടിയാലും ബുദ്ധിമുട്ടാണ്, കുറഞ്ഞാലും ബുദ്ധിമുട്ടാണ്. കറക്റ്റ് ഒപ്റ്റിമൈസ് തിക്നെസ്സിൽ വേണം നമ്മൾ കോൾഡ് ഇൻസുലേഷൻ ചെയ്യാൻ. സെക്കൻഡ് വൺ, ബിൽഡിംഗ് എൻവലപ്പ്.
നമ്മൾ എയർ കണ്ടീഷനിങ്ങിലാണ് ഇത് മെയിൻലി വരുന്നത്. എയർ കണ്ടീഷനിങ് റിക്വയർഡ് ആയിട്ട് സ്പേസ് എത്രത്തോളം വേണം എന്നുള്ളത് നമ്മൾ സ്പെസിഫിക് ആക്കണം. അതിന് കറക്റ്റായിട്ടുള്ള എൻവലപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൗണ്ടറി എന്നാണ്. നമ്മളിപ്പം ഈ റൂമിലാണ് ഒരു റൂമിലാണ് നമ്മളൊരു എൻവയോൺമെൻറ്റ് ഒരു എഫിഷ്യൻ്റായിട്ട് റെഫ്രിജറേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ അതിൻ്റെ ബൗണ്ടറീസ് എല്ലാം തന്നെ നല്ല രീതിയിൽ സീൽ ചെയ്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം. തേർഡ് വൺ, ബിൽഡിംഗ് ഹീറ്റ് ലോഡ്സ് മിനിമൈസേഷൻ. നമ്മളെ ഹീറ്റ് ലോഡ് മിനിമൈസ് ചെയ്യാൻ പല ടെക്നിക്കുകളുണ്ട്. ഇപ്പം പറയുകയാണെങ്കിൽ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രീസ് ആണെങ്കിൽ ഇൻഡസ്ട്രീസിൻ്റെ കവറെല്ലാം തന്നെ നല്ല രീതിയിൽ റൂഫിങ് ചെയ്തിട്ടുണ്ടാവണം. ആ റൂഫിങ്ങിൻ്റെ തന്നെ കളറിങ് ചെയ്തിട്ടുണ്ടാകും. കാരണം കളർ എന്ന് പറയുന്നത് ഹീറ്റിനെ വളരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ കളറിനെല്ലാം ഇതിനെ ഡിപ്പെൻഡ് ചെയ്യും. ലൈറ്റിങ്, റൂമിൻ്റെ ഉള്ളിലുള്ള ലൈറ്റിങ് ഇതിനെ നല്ല രീതിയിൽ ഡിപ്പെൻഡ് ചെയ്യും. പ്രീ കൂളിംഗ് ഓഫ് ഫ്രഷ് എയർ, നമ്മളുടെ അറ്റ്മോസ്ഫിയറിക് എയറിനെ എവിടെയെങ്കിലും പ്രീ കൂളിംഗ് ചെയ്യുകയാണെങ്കിൽ റെഫ്രിജറേഷൻ എഫക്റ്റ് നമുക്ക് നല്ല രീതിയിൽ കുറക്കാം. അതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുവാണെങ്കിൽ എനർജി എഫിഷ്യൻസി ഇൻക്രീസ് ആവും. നെക്സ്റ്റ് വൺ, പ്രോസസ് ഹീറ്റ് ലോഡ്സ് മിനിമൈസേഷൻ. നമ്മൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനകത്ത് എങ്ങനെയൊക്കെ ഹീറ്റ് ലോസ് കുറക്കാം. ഇത് മെയിൻലി ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്നുള്ള യൂണിറ്റിൻ്റെ ടേംസിലോ അല്ലെങ്കിൽ റെഫ്രിജറേഷൻ ലെവൽ വെച്ചിട്ടോ പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഫ്ലോ, റെഫ്രിജറേറ്ററിൻ്റെ ഫ്ലോൻ്റെ ഒപ്റ്റിമൈസേഷൻ. നല്ല കറക്റ്റ് സ്പീഡിലും കറക്റ്റ് ക്വാണ്ടിറ്റിയിലും ഫ്രിക്ഷൻലെസ്സും ആയിട്ടാണ് റെഫ്രിജറേറ്റർ ഫ്ലോ ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തിയാൽ നമുക്ക് റെഫ്രിജറേഷൻ എഫക്റ്റ് കൂട്ടാം. ഹീറ്റ് ട്രാൻസ്ഫർ ഏരിയ ഇൻക്രീസ് ടു ആക്സെപ്റ്റ് ഹയർ ടെമ്പറേച്ചർ കൂളൻറ്റ്. നമ്മളുടെ ഹീറ്റ് ട്രാൻസ്ഫർ ഏരിയ ഹീറ്റ് ട്രാൻസ്ഫർ ഏരിയ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ടേമാണ്. അതുകൊണ്ട് തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ ഏരിയ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ കൂളൻ്റ് അവിടെ കൊണ്ടുവരാം. അതുകൊണ്ട് തന്നെ നല്ല റെഫ്രിജറേഷൻ നമുക്ക് കിട്ടും. അവോയ്ഡിങ് വേസ്റ്റേജ് ലൈക്ക് ഹീറ്റ് ഗെയിൻസ്, ലോസ് ഓഫ് ചിൽഡ് വാട്ടർ, ഐഡിയൽ ഫ്ലോസ്. നമ്മൾ ഇങ്ങനെയുള്ള വേസ്റ്റേജസും ലീക്സും ഒന്നും ഇല്ല എന്നുള്ളത് ശരിക്കും യൂസ് ചെയ്യുക. അതുപോലെ നമ്മൾ യൂസ് ചെയ്യേണ്ട വാട്ടർ അഥവാ കൂൾ ചെയ്യപ്പെട്ട വാട്ടറിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് മാത്രം ഡെലിവർ ചെയ്യുക. കറക്റ്റുമായിട്ട് വാൾവ് ഓപ്പറേഷൻ നടത്തുവാണെങ്കിൽ നമുക്ക് ഓപ്റ്റിമൈസ് ചെയ്യാം. ഫ്രീക്വൻറ്റ് ക്ലീനിങ്, ഡീസ്കെയിലിംഗ് ഓഫ് ഓൾ ഹീറ്റ് എക്സ്ചേഞ്ചസ്. നമ്മൾ എല്ലാ എക്യുപ്മെൻറ്റും ഫ്രീക്വൻ്റ് ആയിട്ട് അഥവാ ഒരു റുട്ടീനായിട്ട് ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ സ്ലാഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹീറ്റ് എക്സ്ചേഞ്ചർ താഴ്ഭാഗത്തുണ്ടെങ്കിൽ അതൊക്കെ തന്നെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് മാറ്റേണ്ടതാണ് റുട്ടീനിൽ. Next one is at the refrigeration AC plant area. Ensure regular maintenance of all AC plant components as per manufacturing guidelines. എല്ലാ എക്യുപ്മെൻറ്റിൻ്റെയും എനർജി എഫിഷ്യൻസി കൂടുന്നത് കറക്റ്റ് മെയിൻ്റെനൻസ് വരുമ്പോഴാണ്. അതായത് നമുക്ക് എല്ലാ എക്യുപ്മെൻറ്റ്സിലും പറയാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് റുട്ടീൻ മെയിൻ്റെനൻസ്. നമ്മളുടെ ഒരു AC വാങ്ങുന്ന സമയത്ത് അതിൻ്റെ കാറ്റലോഗിൽ എഴുതിയിട്ടുണ്ടാവും എന്തൊക്കെ ടൈപ്പിലുള്ള മെയിൻ്റെനൻസ് ആണ് ആ എക്യുപ്മെൻറ്റ് വേണ്ടത്, ഏതൊക്കെ ടൈമിലാണ് പീരിയോഡിക്കലി ചെക്ക് ചെയ്യേണ്ടത്. ആ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യേണ്ടതാണ് ഫസ്റ്റ് പോയിൻറ്റ്. Ensure adequate quantity of chilled water and cooling water flows. Avoid bypass flow by closing valves of idle equipment. നമ്മൾ കൂളിങ്ങിലേക്ക് വരുന്ന ചിൽഡ് വാട്ടറിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി, പലപ്പോഴും ചിൽഡ് വാട്ടർ ഡയറക്റ്റായിട്ടല്ല വരുന്നത്, കണ്ടൻസേഴ്സിലൊക്കെ പലപ്പോഴും നമ്മൾ ചിൽഡ് വാട്ടേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. അവിടെയെല്ലാം വരുന്നത് കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ വരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ റെഫ്രിജറേഷൻ എഫക്റ്റ് കുറയാൻ അത് കാരണമാവും. റെഫ്രിജറൻറ്റ് കറക്റ്റ് ടൈമിൽ ടെമ്പറേച്ചർ റിഡക്ഷൻ സംഭവിക്കില്ല, അല്ലെങ്കിൽ അതിൻ്റെ ലിക്വിഡിഫൈ ആവില്ല. അങ്ങനെയുള്ള ലോസ് എല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ചിൽഡ് വാട്ടേഴ്സ് കണ്ടൻസറിൽ വരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള എവാപ്പറേറ്ററിൻ്റെ പുറത്തേക്ക് പോകുന്ന വാട്ടർ, അത് ഇൻ കേസ് വാട്ടറാണ് കൂൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫ്ലോ എല്ലാം തന്നെ റിക്വയർഡ് ആയിട്ടാണ് പോകുന്നത്, വെറുതെ വേസ്റ്റായി പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. നെക്സ്റ്റ്, മിനിമൈസ് പാർട്ട് ലോഡ് ഓപ്പറേഷൻസ് ബൈ മാച്ചിങ് ലോഡ്സ് ആൻഡ് പ്ലാൻ കപ്പാസിറ്റി ഓൺലൈൻ. അഡോപ്റ്റ് വേരിയബിൾ സ്പീഡ് ഡ്രൈവ് ഫോർ വേരിയിങ് പ്രോസസ് ലോഡ്. നമ്മളിപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടില്ലാണ്, ഇത് മോട്ടറിൻ്റെ കാര്യത്തിൽ മോട്ടർ വെച്ചിട്ടാണ് ഫാൻസൊക്കെ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കംപ്രസേഴ്സ് എല്ലാം വർക്ക് ചെയ്യുന്നത് അതിൻ്റെ മോട്ടർ വെച്ചിട്ടാണ്. അന്നേരം സ്പീഡ് എല്ലാത്തിനും കോൺസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് റെഫ്രിജറേഷൻ എപ്പോഴും ക്രിയേറ്റ് ചെയ്യും. പാർഷ്യൽ ലോഡ് വരുന്ന കണ്ടീഷനിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒന്നും തന്നെ വേരി ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് വേരിയബിൾ സ്പീഡ് മോട്ടേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് പ്രോസസ്സ് വേരിയേഷൻ വരുന്നതനുസരിച്ച് നമ്മളുടെ ഇൻപുട്ടും വേരി ചെയ്യാം. Make efforts to continuously optimize condenser and evaporator parameters for minimizing specific energy consumption and maximizing
കപ്പാസിറ്റി. നമ്മളുടെ കണ്ടൻസറിലും ഇവാപ്പറേറ്ററിലും വരുന്ന എല്ലാ പാരാമീറ്റേഴ്സും റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യുക. ഇപ്പം കൂളിംഗ് എത്ര വരുന്നുണ്ട്, എത്ര എമൗണ്ട് ഓഫ് വാട്ടർ ഫ്ലോ ഉണ്ട്, എത്ര റിക്വയർമെൻ്റ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ റെഗുലറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിൻ്റെ അത് വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല എന്നും അതിൻ്റെ എനർജി ഏറ്റവും മിനിമം ഇൻപുട്ടിൽ ഏറ്റവും മാക്സിമം ഔട്ട്പുട്ട് അഥവാ റെഫ്രിജറേഷൻ എഫക്റ്റ് കിട്ടുന്ന വിധത്തിൽ നമ്മളെല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മൾ എനർജി എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ കാരണം. അഡോപ്റ്റ് വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം വേർ എക്കണോമിക് പെർമിറ്റ് ആസ് നോൺ CFC സൊല്യൂഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇൻഡസ്ട്രീസിലെല്ലാം തന്നെ നമ്മൾ മാക്സിമം വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട്ലെസ് ആയിരിക്കും. വേപ്പർ കംപ്രഷൻ എന്ന് പറഞ്ഞാൽ കംപ്രസറിൻ്റെ സൗണ്ട് വളരെ കൂടുതലായിരിക്കും. വേപ്പർ അബ്സോർപ്ഷനിൽ സൗണ്ട് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. പിന്നെ കൂടാതെ CFC ഗ്യാസസ് ഒന്നും പുറത്തേക്ക് വിടുന്നില്ല. നമ്മളുടെ ഓസോൺ പാളി ഡിപ്ലീഷനും അങ്ങനെയുള്ള എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റും വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം എക്കണോമിക്കലി പെർമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ്. ദാറ്റ്സ് ഓൾ ഫോർ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. നൗ വി വിൽ ഗോ ടു കൂളിംഗ് ടവർ. കൂളിംഗ് ടവർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്യുപ്മെൻ്റ് ആണ്. കൂളിംഗ് ടവർ നിങ്ങൾക്ക് ഇൻഡസ്ട്രീസിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഏരിയയിലൊക്കെ ആയിട്ട് ഒരു ബിൽഡിംഗ് പോലെ കാണാൻ സാധിക്കും. വാട്ടർ കൂളിംഗ് ആണ് മെയിൻലി കൂളിംഗ് ടവറിൻ്റെ റിക്വയർമെൻറ്റ്. നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഏറ്റവും താഴെയുള്ള ഭാഗത്തിന് ബേസിൻ എന്നാണ് പറയുക. അവിടെ നമ്മൾ എയറെല്ലാം തന്നെ വാട്ടർ സ്റ്റോർ ചെയ്യാം. കോൾഡ് വാട്ടർ എന്ന് പറയാൻ പറ്റില്ല, ഹോട്ട് വാട്ടറിൻ്റെ അകത്ത് നിന്ന് ടെമ്പറേച്ചർ ഡൗൺ ആയിട്ടുള്ള ഒരു വാട്ടർ, ആ വാട്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ബേസിൻ വെച്ചിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഏരിയ ഉണ്ടാവും, അവിടെയാണ് ഡ്രൈ എയർ ഇൻ, അഥവാ അവിടെ ഹോൾസ് വെച്ചിട്ട് അറ്റ്മോസ്ഫിയറിക് എയർ ഉള്ളിലോട്ട് വരാനുള്ളൊരു ഏരിയയാണ്. പിന്നെ വരുന്ന ഈ ഏരിയക്ക് പാക്കിംഗ് ഫിൽ മെറ്റീരിയൽ അല്ലെങ്കിൽ ഹീറ്റ് എക്സ്ചേഞ്ചിങ് സർഫസ് എന്ന് പറയും. ഇവിടെ വെച്ചിട്ടാണ് എയറും വാട്ടറും തമ്മിൽ കോണ്ടാക്റ്റ് വരുന്നത്. എയറിലുള്ള കോൾഡ്നെസ് വാട്ടറിലേക്ക് ചേഞ്ച് ആയിട്ട് ഓട്ടോമാറ്റിക്കലി വാട്ടറിൻ്റെ ടെമ്പറേച്ചർ കുറയും. അതുപോലെ എയർ ഡ്രൈ ആയിട്ട് സൂപ്പർ ഡ്രൈ ആയിട്ട് മുകളിലോട്ട് പോവുകയും ചെയ്യും. ഇപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കാണുന്ന ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് താഴോട്ടേക്കുള്ള ഓരോന്നും സ്പ്രേയിങ് ആണ്, ഹോട്ട് വാട്ടർ സ്പ്രേ. ഈ സ്പ്രേ കറക്റ്റായിട്ട് താഴോട്ടേക്ക് തന്നെ വരുന്നുണ്ടാവും. ആ സ്പ്രേയും മുകളിലോട്ട് വരുന്നത്. ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ മുകളിൽ ഒരു ഭാഗം കൂടിയുണ്ട്, അതിൻ്റെ അകത്ത് കാണിച്ചിട്ടില്ല. അത് മോയ്സ്ചർ, ഇത് വാട്ടർ കണ്ടൻറ്റ് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു അറസ്റ്ററാണ്. വാട്ടർ കണ്ടൻറ്റ് ഉള്ളിൽ തന്നെ നിൽക്കണം, എയർ മാത്രമേ പുറത്ത് പോകാൻ പാടുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഒരു അറസ്റ്റർ ഉണ്ടാവും. അതിൻ്റെയും മുകളിലായിട്ട് ഒരു ഇൻഡ്യൂസ്ഡ് ഫാൻ ഉണ്ടാവും, ഈ താഴെ നിന്നുള്ള എയറിനെ സക്ക് ചെയ്ത് മുകളിലോട്ടേക്ക് എടുക്കാൻ. ഈ ഫാൻ വെച്ചിട്ടാണ് ഇവിടെ നിന്നുള്ള ഡ്രൈ എയർ ഇതിലേക്കൂടി ഉള്ളിലോട്ട് വരുന്നത്. ഇത്രയാണ് ഒരു കൂളിംഗ് ടവറിൻ്റെ വർക്കിംഗ്. അഥവാ ഹോട്ട് വാട്ടറിനെ കോൾഡ് വാട്ടറാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻ്റാണ് കൂളിംഗ് ടവർ. എല്ലാ ഇൻഡസ്ട്രീസിലും ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, വളരെ വൈഡായിട്ട് യൂസ് ചെയ്യുന്നതാണ്. എനർജി സേവിങ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ കൂളിംഗ് ടവർ. First one is follow. Manufacturers recommend clearance around cooling towers and relocate or modify structure that interfere with air intake or exhaust. കൂളിംഗ് ടവറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റിലുള്ള എയറിനെ അത് സക്ക് ചെയ്ത് ഉള്ളിലൂടെ എടുക്കുന്ന ഒരു എക്യുപ്മെൻ്റാണ്. അഥവാ നമ്മൾ ഈ ഫാൻ വെച്ചിട്ട് നമ്മൾ ഈ കൂളിങ്ങിനെല്ലാം തന്നെ യൂസ് ചെയ്യുന്ന അറ്റ്മോസ്ഫറിക് എയറാണ്. അതുകൊണ്ട് കൂളിംഗ് ടവറിൻ്റെ ഏരിയക്ക് കുറച്ച് അകലത്തിൽ ക്ലിയറൻസ് വളരെ നിർബന്ധമാണ്. അത് മാനുഫാക്ചറേഴ്സ് പറഞ്ഞിട്ടും ഉണ്ടാവും. അതുപോലെ ഹൈറ്റും വിഡ്ത്തും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യേണ്ടതുമാണ്. നോർമലി കോൺക്രീറ്റ് വെച്ചിട്ടാണ് കൂളിംഗ് ടവേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഒപ്റ്റിമൈസ് കൂളിംഗ് ടവർ ഫാൻ ബ്ലേഡ് ആംഗിൾ ഓൺ എ സെഷണൽ ആൻഡ് ഓർ ലോഡ് ബേസിസ്. ചില കേസിൽ നമ്മൾ ഹോട്ട് വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി വാരി ചെയ്യും, കുറയാനും കൂടാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സമ്മർ സീസൺ, വിൻ്റർ സീസൺ, ഇതെല്ലാം തന്നെ കൂളിംഗ് ടവറിൻ്റെ വർക്കിങ്ങിനെ ഇൻ്റർഫിയർ ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നാൽ നമ്മൾ സെഷൻ അനുസരിച്ചിട്ട്, ഇപ്പം സമ്മർ സീസണാണോ വിൻ്റർ സീസണാണോ അത് നോക്കിയിട്ട് വേണം ഫാനിൻ്റെ ബ്ലേഡ് ആംഗിൾ വെക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കറിയാം, മുകളിൽ ഒരു കൂളിംഗ് ടവർ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മുകളിൽ ഫാൻ ഉണ്ടായിരുന്നു, ഒരു ഇൻഡ്യൂസ്ഡ് ഡ്രോട്ട് ഫാനാണ്. ആ ഫാനിൻ്റെ വർക്കിംഗ് എല്ലാം തന്നെ, അതിൻ്റെ ബ്ലേഡിൻ്റെ ആംഗിൾ എല്ലാം തന്നെ സെഷനെയും അതേപോലെ തന്നെ വാട്ടർ കണ്ടൻറ്റ്, ഹോട്ട് വാട്ടർ അവൈലബിലിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഹോട്ട് വാട്ടർ അവൈലബിലിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ലോഡ് എന്നറിയപ്പെടുന്നത്. കറക്റ്റ് എക്സസീവ് ഓർ അൺഈവൻ ഫാൻ ബ്ലേഡ് ടിപ്പ് ക്ലിയറൻസ് ആൻഡ് പുവർ ഫാൻ ബാലൻസ്. ഫാനിൻ്റെ ബാലൻസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഥവാ അതിൻ്റെ വെയിറ്റ് രണ്ട് സൈഡിലും വേരി ചെയ്യാൻ പാടില്ല, ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. അതുപോലെ ടിപ്പ് തമ്മിൽ ക്ലിയറൻസ് കുറവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എയർ മുകളിലോട്ടേക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ അധികം ആവാനും പാടില്ല, കറക്റ്റായിട്ടുള്ള ഫാൻ എഫക്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ
ഇത് നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യേണ്ടതാണ്. On old counterflow cooling towers, replace old spray type nozzles with new square spray ABS partially non-clogging nozzle. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മളുടെ ഹോട്ട് വാട്ടർ കൂളിംഗ് ടവറിലേക്ക് സ്പ്രേ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അവിടെ ഒരു നോസിലാണുള്ളത്. ആക്ച്വലി ആ നോസിലേക്ക് സ്പ്രേ ചെയ്ത് ഔട്ട്ലെറ്റിലേക്ക് വരുവാണ് ചെയ്യുന്നത്. അന്നേരം ആ സ്പ്രേ ചെയ്യുന്ന നോസിൽസ് റീപ്ലേസ് ചെയ്യാം നോൺ ക്ലോഗിങ് നോസിൽസ് വെച്ചിട്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ അഴുക്കും അല്ലെങ്കിൽ ഡേർട്ടൊന്നും തന്നെ കട്ട പിടിക്കില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് കണ്ടിന്യൂസ് ഫ്ലോ ഒക്കെ ചെയ്യും, ക്ലീൻ ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് എനർജി എഫിഷ്യൻസി ഇൻ കൂളിംഗ് ടവർ കൂട്ടാൻ പറ്റും. റീപ്ലേസ് സ്പ്ലാഷ് ബാർ വിത്ത് സെൽഫ് എക്സൈറ്റിംഗ് PVC സെല്ലുലാർ ഫിലിം ഫിൽ. നമ്മളുടെ ഹോട്ട് വാട്ടർ ഡൗണിലേക്ക് വരുന്ന സ്ഥലത്ത് മെറ്റാലിക്കിനും ബാറിനും എല്ലാം തന്നെ മെറ്റാലിക് ബാറിന് പകരം PVC ബാർസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. Install new nozzles to obtain a more uniform water pattern. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹോട്ട് വാട്ടർ നോസിലേക്ക് കൂടിയാണ് പുറത്ത് വരുന്നത്. വാട്ടർ ഫ്ലോ സ്പ്രേ ആയിട്ട് പുറത്ത് വരുന്നതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവാണെങ്കിൽ അല്ലെങ്കിൽ ക്ലോഗിങ് കൂടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ നോസിൽസ് അവിടെ ഫിറ്റ് ചെയ്യാം, അഥവാ ഹോൾസ് ക്രിയേറ്റ് ചെയ്യാം. അതിലേക്കൂടി തന്നെ നമുക്ക് യൂണിഫോം വാട്ടർ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. പീരിയോഡിക്കലി ക്ലീൻ പ്ലഗ്ഡ് കൂളിംഗ് ടവർ ഡിസ്ട്രിബ്യൂഷൻ നോസിൽസ്. ഞാൻ പറഞ്ഞു ക്ലോഗ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അഥവാ ഡേർട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കണ്ടിന്യൂസ് ഫ്ലോ വരുന്ന സമയത്ത് വാട്ടർ വരുന്ന സമയത്ത് വാട്ടർ പല ഇൻഡസ്ട്രീസ് പ്ലാന്റിൻ്റെ അകത്തും വരുന്നതാണ്. ഇൻഡസ്ട്രീൻ്റെ പല പ്രോസസ്സും കഴിഞ്ഞിട്ട് വരുന്ന വാട്ടറാണ്. ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അകത്ത് പല വിധത്തിലുള്ള ഡേർട്ട്സ് ഉണ്ടാവും. അത് ഈ കൂളിംഗ് ടവറിൻ്റെ നോസിൽ അടഞ്ഞു പോകാൻ കാരണമാവും. അന്നേരം പീരിയോഡിക്കലി ഒരു റുട്ടീനായിട്ട് നമ്മളിത് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ക്ലീനും ചെയ്യണം. ബാലൻസ് ഫ്ലോ ടു കൂളിംഗ് ടവർ ഹോട്ട് വാട്ടർ ബേസിൻ. നമ്മൾ ഈ വാട്ടർ താഴെയുള്ള കൂളിംഗ് ടവറിൻ്റെ താഴെയാണ് കോൾഡ് വാട്ടർ ഉണ്ടാവുക. ആ കോൾഡ് വാട്ടർ കുറേ സമയം അവിടെ വെക്കുന്നതാണ്. അന്നേരം ആ കോൾഡ് വാട്ടർ റിക്വയർമെൻറ്റ് അനുസരിച്ച് പുറത്തേക്ക് എടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന വാട്ടർ കണ്ടൻറ്റിൻ്റെ അവൈലബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ചില സമയത്ത് നമ്മൾ ഹോട്ട് വാട്ടർ ഉപയോഗിച്ചിട്ട് ഇതിനെ ഇവാപറേറ്റ് ചെയ്ത് കളയേണ്ടിയും വരും. അതുപോലെ തന്നെ വേറൊന്നാണ്, ഈ കുറേ സമയം ഇതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വാട്ടർ ബേസിനിൽ ആൽഗാസ് ഫോം ചെയ്യാൻ തുടങ്ങും. അഥവാ കുറേ സമയം സ്റ്റിൽ വാട്ടറിൽ ആൽഗാസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതും നമ്മളുടെ ഇൻഡസ്ട്രീനെ നല്ല രീതിയിൽ ബാധിക്കാവുന്ന ഒരു കാരണമാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആൽഗേൻ്റെ ഫോമിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കോൾഡ് വാട്ടർ ബേസിന് ചുറ്റും ഹോട്ട് വാട്ടർ കവറിങ് ചെയ്ത് കഴിഞ്ഞാൽ ആൽഗ ഫോമിങ് നമുക്ക് പരമാവധി ഒഴിവാക്കാം. പക്ഷേ നല്ല രീതിയിൽ കൂടുതൽ ടെമ്പറേച്ചറിലുള്ള വാട്ടർ നമുക്ക് ഫ്ലോ ചെയ്യിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കൂളിംഗ് ടവറിൻ്റെ എഫക്റ്റ് തന്നെ റെഡ്യൂസ് ആവാൻ സാധ്യതയുണ്ട്. ഒപ്റ്റിമൈസ് ബ്ലോ ഡൗൺ ഫ്ലോ റേറ്റ് ആസ് പെർ COC ലിമിറ്റ്. നമ്മുടെ COC ലിമിറ്റിനനുസരിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ബ്ലോ ഡൗൺ ഫ്ലോ റേറ്റ് ഒപ്റ്റിമൈസ് ചെയ്യണം. റീപ്ലേസ് സാൾട്ട് ടൈപ്പ് ഡ്രിഫ്റ്റ് എലിമിനേറ്റർ വിത്ത് ലോ പ്രഷർ ഡ്രോപ്പ് സെൽഫ് എക്സൈറ്റിംഗ് PVC സെല്ലുലാർ യൂണിറ്റ്. ഡ്രിഫ്റ്റ് എലിമിനേറ്ററാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഡ്രിഫ്റ്റ് എലിമിനേറ്ററിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സോസ്റ്റിലേക്ക് പോകുന്ന വാട്ടർ കണ്ടൻറ്റ് പ്രൊഹിബിറ്റ് ചെയ്യുക, അഥവാ അവിടെ തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ് ഡ്രിഫ്റ്റ് എലിമിനേറ്ററിൻ്റെ ആവശ്യം. നമ്മൾ നേരത്തെ ചിത്രത്തിൽ പറയുകയാണെങ്കിൽ ചിത്രത്തിൻ്റെ മുകളിൽ ഹോട്ട് വാട്ടർ ഇന്ന് പറയുന്നതിൻ്റെ മുകളിലായിട്ട് ഒരു ഏരിയ ഉണ്ടാവും. എവിടെയാണ് ഡ്രിഫ്റ്റ് എലിമിനേറ്റർ ഉണ്ടാവുക. ഇവിടെ ഡ്രിഫ്റ്റ് എലിമിനേറ്റർ വെക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി മുകളിലോട്ട് പോകുന്ന എയറിൽ മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അത് ഡ്രിഫ്റ്റ് എലിമിനേറ്ററിൽ തട്ടിയിട്ട് താഴോട്ടേക്ക് തന്നെ വാട്ടർ കണ്ടൻറ്റ് വരും, ഡ്രൈ എയർ മുകളിലോട്ട് പോകും. ഇതാണ് വർക്കിങ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഡ്രിഫ്റ്റ് എലിമിനേറ്റർ മാറ്റിയിട്ട് ലോ പ്രഷർ ഡ്രോപ്പ് സെൽഫ് എക്സ്റ്റിങ്ക്വിഷിംഗ് PVC സെല്ലുലാർ യൂണിറ്റ്സ്, അതുപോലെ നമ്മൾ PVC പൈപ്പ്സിൻ്റെ തന്നെ യൂണിറ്റ്സ് വെക്കുകയാണെങ്കിൽ നമ്മൾ എനർജി എഫിഷ്യൻസി കൂട്ടാം. റെസ്ട്രിക്റ്റ് ഫ്ലോ ത്രൂ ലാർജ് ലോഡ് ടു ഡിസൈഡ് വാല്യൂസ്. നമ്മൾ അധികം ക്വാണ്ടിറ്റിയുള്ള അധികം വാട്ടർ ഫ്ലോ ഇല്ലാതിരുന്നാൽ നമ്മളുടെ കൂളിംഗ് ടവർ എഫിഷ്യൻസി വളരെ കൂടുതലായിരിക്കും. നെക്സ്റ്റ് വൺ, സെഗ്രിഗേറ്റ് ഹൈ ഹീറ്റ് ലോഡ്സ് ലൈക്ക് ഫർണസ്, എയർ കംപ്രസർ, DG sets and isolate cooling tower for sensitive applications like AC plants, condensers of captive power plant etc. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ പല വിധത്തിലുള്ള ഹോട്ട് വാട്ടറാണ് നമ്മൾ ഔട്ട്പുട്ടിൽ വരുന്നത്. അന്നേരം നമ്മൾ
സെഗ്രിഗേറ്റ് ചെയ്യണം. ചിലത് ടെമ്പറേച്ചർ ഒരു 100 to 150 ആവാം. ചില കണ്ടീഷനിൽ അത് അതിലും കൂടുതലായിരിക്കും. 100 to 150 എന്ന് പറഞ്ഞാൽ പ്രഷറും ഡിപ്പെൻഡ് ചെയ്യും. ചില കേസിൽ ലോ പ്രഷർ വരുന്ന സമയത്ത് ബോയിലിംഗ് ടെമ്പറേച്ചർ വീണ്ടും കുറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ വെച്ച് പല വിധത്തിലെ ടെമ്പറേച്ചറിലുള്ള ഹോട്ട് വാട്ടറാണ് നമ്മളടുത്ത് വരിക. ചില കണ്ടീഷനിൽ 50 to 60 ആയിരിക്കും, ചില കണ്ടീഷനിൽ 60 to 100 ആയിരിക്കും, ചില കണ്ടീഷനിൽ 100ന് മുകളിലായിരിക്കും. അങ്ങനെ സെപ്പറേറ്റ് ചെയ്താൽ മാത്രമേ നമുക്കൊരു AC ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അഥവാ നമ്മുടെ പ്ലാന്റിലുള്ള കൂളിംഗ് ടവറിലെ ACക്ക് വരുന്ന കംപ്രസറിലാണ് ശരിക്കും ലോഡ് വരുന്നത്. ഒരു ടെമ്പറേച്ചർ 1 degree Celsius ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ACയുടെ കംപ്രസർ 2.7% ഹൈ ആയിട്ട് കൂടുതൽ പവറിൽ വർക്ക് ചെയ്യേണ്ടി വരും. അത് നമ്മളെ എക്കണോമിക്കലി സ്റ്റേബിൾ അല്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ 1 degree ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 1 കിലോ കലോറി പെർ kWh തെർമൽ പവർ പ്ലാന്റിൻ്റെ ഹീറ്റ് റേറ്റ് സേവ് ചെയ്യുകയും ചെയ്യും. അതുപോലെ വേറൊന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ മോണിറ്റർ ചെയ്യേണ്ടതാണ് ലിക്വിഡ് ടു ഗ്യാസ് റേഷ്യോ. നമ്മളെ സർക്കുലേറ്റിംഗ് വാട്ടർ ഫ്ലോ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ലിക്വിഡ് ടു ഗ്യാസ് റേഷ്യോ എങ്ങനെയാണെന്നുള്ളത് എപ്പോഴും ഒപ്റ്റിമൈസ് ഇരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് സീസണെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. സമ്മർ സീസണിലും വിൻ്റർ സീസണിലും ലിക്വിഡ് ടു ഗ്യാസ് റേഷ്യോ സെയിം ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ സമ്മറിൻ്റെയും വിൻ്ററിൻ്റെയും സീസൺ അനുസരിച്ച് നമ്മളിത് ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടിരിക്കണം, കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കണം. സർക്കുലേറ്റിംഗ് വാട്ടറിൻ്റെ ഫ്ലോ റേറ്റ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കണം. മോണിറ്റർ അപ്രോച്ച് എഫക്റ്റീവ്നെസ് ആൻഡ് കൂളിംഗ് കപ്പാസിറ്റി ഫോർ കണ്ടിന്യൂസ് ഒപ്റ്റിമൈസേഷൻ എഫേർട്സ് ആസ് പെർ സീസണൽ വേരിയേഷൻ ആസ് വെൽ ആസ് ലോഡ് സൈഡ് വേരിയേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹീറ്റ് എഫക്റ്റീവ്നെസ് എല്ലാം തന്നെ ഈ കൂളിംഗ് ടവറിനെ വളരെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. കൂളിംഗ് കപ്പാസിറ്റി വളരെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഇതെല്ലാം തന്നെ ടെമ്പറേച്ചർ വാരി ചെയ്യുന്നതനുസരിച്ച് കൂളിംഗ് ടവറിൻ്റെ കപ്പാസിറ്റിനെ വാരി ചെയ്യുന്നതാണ്. അന്നേരം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ സീസൺ മാറുന്നതനുസരിച്ച് ഇതിൽ വേരിയേഷൻ വരും. അതുപോലെ തന്നെ ലോഡ് വേരിയേഷൻ, ഹോട്ട് വാട്ടർ ഇൻപുട്ട് കുറഞ്ഞു കഴിഞ്ഞാലോ കൂടിക്കഴിഞ്ഞാലോ ഇതിൽ നമ്മളുടെ എഫക്റ്റീവ്നെസ്സിലും അതുപോലെ തന്നെ കൂളിംഗ് കപ്പാസിറ്റിയിലും എല്ലാം തന്നെ വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ നമ്മൾ എനർജി എഫിഷ്യൻസി കൂട്ടണമെങ്കിൽ നമ്മളുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അതുപോലെ വേരിയബിൾ സ്പീഡ് മോട്ടേഴ്സ് യൂസ് ചെയ്യണം. നെക്സ്റ്റ് ഈസ് കൺസിഡർ COC ഇംപ്രൂവ്മെൻറ്റ് മെഷേഴ്സ് ഫോർ വാട്ടർ സേവിങ്. COC ഇംപ്രൂവ്മെൻറ്റ് മെഷേഴ്സ് എല്ലാം തന്നെ നമ്മുടെ കാറ്റലോഗിൽ കാണും, അഥവാ മാനുഫാക്ചർ ഗൈഡ് ലൈൻസിൽ കാണും. അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ വാട്ടർ നല്ല രീതിയിൽ നമുക്ക് സേവ് ചെയ്യാം. കൺസിഡർ എനർജി എഫിഷ്യൻറ്റ് FRP ബ്ലേഡ് അഡോപ്ഷൻ ഫോർ ഫാൻ എനർജി സേവിങ്. നമ്മുടെ ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് ആണ് മെറ്റാലിക് ബ്ലേഡിനേക്കാളും അതുപോലെ തന്നെ ഗ്ലാസ് ബ്ലേഡിനേക്കാളും നല്ലത്. കാരണം അത് വെയ്റ്റ്ലെസ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എനർജി എഫിഷ്യൻ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് FRP ബ്ലേഡ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കൺസിഡർ പോസിബിൾ ഇംപ്രൂവ്മെൻറ്റ് ഓൺ സർക്കുലേറ്റിംഗ് വാട്ടർ പമ്പ്സ് വിത്ത് റെസ്പെക്ട് ടു എഫിഷ്യൻസി ഇംപ്രൂവ്മെൻറ്റ്. നമ്മളുടെ സർക്കുലേറ്റിംഗ് വാട്ടർ പമ്പിൻ്റെ ആവശ്യം സർക്കുലേഷൻ്റെ സ്പീഡും ഇതെല്ലാം തന്നെ കൺട്രോൾ ചെയ്താൽ എനർജി എഫിഷ്യൻസി കൂടുമെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. അതിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സർക്കുലേറ്റിംഗ് വാട്ടർ പമ്പാണ്. പമ്പിൻ്റെ ഓപ്പറേഷൻ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുക. വേരിയബിൾ സ്പീഡ് പമ്പാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് സ്പീഡ് വേരിയേഷൻസ് നല്ല രീതിയിൽ കൊണ്ടുവരാം. കൺട്രോൾ കൂളിംഗ് ടവർ ഫാൻ ബേസ്ഡ് ഓൺ ലീവിങ് വാട്ടർ ടെമ്പറേച്ചർ എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് സ്മോൾ യൂണിറ്റ്സ്. അന്നേരം നമ്മൾ ഇതിൻ്റെ അകത്ത് കൂളിംഗ് വാട്ടറിൻ്റെ എക്സിറ്റ് ടെമ്പറേച്ചർ അത് എപ്പോഴും ചെക്ക് ചെയ്യുക. ചെറിയ യൂണിറ്റ്സ് ഒക്കെ ആണെങ്കിൽ കൂളിംഗ് ടവറിൻ്റെ എഫിഷ്യൻസി വളരെ രീതിയിൽ എക്കണോമിക്കിനെ ബാധിക്കുന്നതാണ്. അത് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഒപ്റ്റിമൈസ് പ്രോസസ് സർക്കുലേറ്റിംഗ് വാട്ടർ ഫ്ലോ റിക്വയർമെൻറ്റ് ടു സേവ് പമ്പിംഗ് എനർജി കൂളിംഗ് ലോഡ് ഇവാപറേഷൻ ലോസ് ആൻഡ് ബ്ലോ ഡൗൺ ലോസസ്. നമ്മൾ സർക്കുലേറ്റിംഗ് വാട്ടർ ഫ്ലോ ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ എനർജി എഫിഷ്യൻസി എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും. അതിൻ്റെ ഒരു എക്സ്പാൻഷനാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കുലേറ്റിംഗ് വാട്ടർ ഫ്ലോ ഒപ്റ്റിമൈസ് ചെയ്യുക.